ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തേത് ഒരു സൺഡേ സാറ്റർഡേയ്സിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അസ്കർക്ക് മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷെസിന് ഫുട്ബോൾ കോച്ചിങ് ഉണ്ട് കേട്ടോ, അപ്പോൾ അവനെ വിളിക്കട്ടെ. ഡാ ഷെസിൻ, കോച്ചിങ്ങിന് പോണ്ടേ? നീക്ക് നീക്ക് നീക്ക്. ഷെസിന് 8 മണിക്കാണ് കേട്ടോ ഫുട്ബോൾ കോച്ചിങ്. അപ്പോൾ ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ട്. ഇത് തലേ ദിവസം ഷെസിൻ അതും കൂടെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷെസിന് അത് ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ്, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്കൊരു ഒന്ന് പഠിക്കാനുമായി. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെയ്യിപ്പിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഷെസിന് ഇപ്പോൾ അത് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഷെസിന് തലേ ദിവസം ഇത് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവന് തലേ ദിവസം വൈകുന്നേരം കോച്ചിങ്ങിന് പോയതിന് ശേഷമാണ് ഇവരിത് ഉണ്ടാക്കിയത്. പിന്നെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഷെസിൻ അധികം കുക്ക് ചെയ്ത സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടാലോ. നമ്മൾ ഈവനിങ് സ്നാക്കും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മളുടെ മെയിൻ ഷെഫുമാരിതാ ഈ 2 പെണ്ണുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഷെസിൻ അധികമാണെന്ന് ഈവനിങ് സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ പഴം വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ അറ്റ് ദ സെയിം ടൈം ടേസ്റ്റി, എന്താണ് സിമ്പിൾ ആൻഡ് പവർഫുൾ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ കുക്കിംഗ് ഒന്ന് കണ്ടാലോ, എന്നിട്ട് നമുക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം. അപ്പോൾ പഴം വെച്ചിട്ട് നമ്മളെ വീട്ടിലുണ്ടായ പഴമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ട ഉടയ്ക്കുന്നു. എത്ര മുട്ട എടുക്കണത് ഷേസ? 4. ഇത് എത്ര പഴം എടുത്തത്? 6. അപ്പോൾ 6 പഴത്തേക്ക് 4 മുട്ട. ഓക്കെ, എന്നാൽ കട്ട് ചെയ്തോളൂ. ഷുഗർ ഇടണം. എത്ര സ്പൂണ്? മധുരത്തിനനുസരിച്ച്. ഓക്കെ, ഞാൻ ഇവിടെ 4 ഇടണം. ആരാ ഈ റെസിപ്പി പറഞ്ഞു തന്നത്? ബാലൻസ് ചെയ്യാനായിട്ട് ഇനി അത് വിസ്ക് ചെയ്യാൻ പോകും. കുറച്ച് ഏലക്കായ പൊടി ഇടണം. ഏലക്കായപ്പൊടി, പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് അല്ലേ? ഇതിലേക്ക് നെയ്യ് ഒഴിക്കാൻ പോണ്. ഷെയ്ൻ്റെ വീട്ടിലാണ്. അപ്പോൾ നദ ഫ്രൈഡേ സ്കൂള് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ കാഷ്യൂം കിസ്മിസും നെയ്യിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുക. ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് ചായയും കിട്ടൂലേ? പക്കുനിക്കും എന്ത് അങ്ങനെ കാണിക്കണ്ടേ? അത് ഞാനും അപ്പൊ ചോദിക്കല്ലേ. ഓക്കെ, മധുരത്തിന് അനുസരിച്ച് കൊടുക്കട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ നേന്ത്രപ്പഴം തന്നെയാണ്. അപ്പം ഹെൽത്തിയാണ്. എല്ലാ നേന്ത്രപ്പഴവും ഹെൽത്തിയാണ്, പക്ഷെ ഇതിൽ ഓർഗാനിക് ആണ്, അതാണ് ഉദ്ദേശിച്ചത്. ഇതിലേക്ക് തേങ്ങ പോണ്.
അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക ചെയ്യണത്. എന്നിട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഓക്കെയാണ് മധുരമൊക്കെ? ആണോ? നട്ടുകൊടുക്കൂ. റെസിപ്പി ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ 2 കുട്ടി ഷെഫുമാർ നമുക്കെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. എല്ലാം സെർവ് ചെയ്തും തന്നിട്ടുണ്ട്. നല്ല ചായയും നല്ല പഴം വാട്ടിയും. ഇതിന് പഴം വാട്ടിന്ന് മാത്രമാണോ പറയുകയെന്ന് എനിക്കറിയൂല കേട്ടോ. മുട്ടയും കൂടെ കൂട്ടി വരുമ്പം വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്കറിയൂല. ഞങ്ങളങ്ങനെ പഴം വാട്ടിന്ന് പറയും. നിങ്ങളെന്താ വരാത്തത്? നിങ്ങൾ കുടിക്കേരി. അപ്പോൾ അവർ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആളെ വന്നിട്ട് ചായയൊക്കെ കുടിക്കണത് കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഇതാ അവിടെയൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒന്ന് പാസ്ത വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. റോട്ടിക്ക് പോവല്ലേ? ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാസ്തേൻ്റെ റെസിപ്പി കാണിക്കാൻ വിചാരിച്ചു. അപ്പം തന്നെ അതൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പം എന്തായാലും അതുണ്ടാക്കാം. അപ്പോൾ പാസ്ത ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ചു, പാസ്ത തിളച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്മാക്കി. അപ്പം ഇന്ന് അസ്കർ ഖാൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണമുണ്ട്. അപ്പം ഇന്ന് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് പാസ്തയുടെ റെസിപ്പി നോക്കാം. ഏത് പുറത്തുനിന്ന്? മുറ്റത്തുനിന്നോ? എപ്പോ? ഇപ്പോഴോ? ഇന്ന് കല്യാണം ഉണ്ട് നമുക്ക്. എപ്പോ? ബ്രേക്ക്ഫാസ്റ്റോ? പാസ്ത ഉണ്ടാക്കിട്ടോ? ആയിക്കോട്ടെ, കഴിക്കാം. പക്ഷെ ടേബിൾ ഇനി ഇപ്പൊ കഴിക്കാം. അതിപ്പോ വന്നിട്ട് വെച്ചോളൂ. പാസ്ത ഊറ്റിയെടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൈസ് കറക്റ്റ് ആണോ നോക്ക്? ഇട്ടോക്ക്. അത് ഇതാക്കല്ലേ, അത് നിലത്തൊക്കെ വര വീഴൂലടാ. എന്നാ കൊണ്ടുവച്ചെന്നാ ഈ അത് ഓപ്പൺ ആക്കി റെഡി ആക്കിക്കോ.
ഭാസ്കർക്ക ഷെസിനെ കൊണ്ടുവിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഭാസ്കർക്കാർക്ക് ഒരു കാലിച്ചായ കൊടുക്കട്ടെ. നമ്മൾ ചിക്കൻ ക്രീമി പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ പീസസ് വേണം. അപ്പോൾ ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവാള ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു ചെറിയൊരു ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് തിളച്ച വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബ്രസ്റ്റ് പീസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ എല്ലാണ് കേട്ടോ. അപ്പോൾ അത് കളയണില്ല. അതിൽ കുറച്ച് ഫ്ലഷ് ഉണ്ട്, താനും കളയാൻ തോന്നണില്ല. അപ്പോൾ അത് കറിയിലേക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പൊട്ടാറ്റോ ഒക്കെ കറി വെക്കുമ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ നമുക്ക് പാസ്തയിലേക്കുള്ള സോസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഇത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 3 ചിക്കൻ മാഗി സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി സവാളയിലേക്ക് ബ്രോക്കോളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ സ്റ്റോക്കിൽ നന്നായിട്ട് ഉപ്പ് ഉണ്ടാവും. പിന്നെ ഈ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൽ കിടന്നിട്ട് ബ്രോക്കോളി ജസ്റ്റ് ഒന്ന് വേവട്ടെ, അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഇതാ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ 2 പാക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിക്ക് ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാഴ്സ്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡ്രൈഡ് പാഴ്സ്ലി ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ഉണ്ടെങ്കിൽ അതും ഫ്രഷ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പാസ്തയിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് പാസ്തയുടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഷെസിനൊക്കെ വരുന്ന സമയം കൊണ്ട് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരട്ടെ. ഷെയ്സിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. കുളിച്ചു വാട്ടോ, നല്ല ജലദോഷം പിടിച്ചു വീണല്ലോ. ഷെസിൻ കുളിച്ച് വന്നപ്പോഴേക്കും ഞാനും ഒന്ന് കുളിച്ചൊക്കെ ഫ്രഷായി വന്നു കേട്ടോ. വർക്കൗട്ടൊക്കെ ചെയ്തതല്ലേ രാവിലെ. ഇനി അധികം പണിയോട്ടില്ലേനും, കല്യാണമാണല്ലോ ഉച്ചക്ക്. അപ്പോൾ ഇതാ പാസ്ത ഒരു ബൗളിലിട്ടിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചിക്കൻ്റെ സോസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പാസ്തയാണ് കേട്ടോ. പാസ്ത റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഷെയ്സ് പറഞ്ഞ പോലെ നമ്മൾ മുറ്റത്തിരുന്നിട്ടാണ് പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അപ്പം അവനെയും കുളിപ്പിച്ചൊക്കെ ചെയ്ത് അവന് റൊണാൾഡോൻ്റെ ജേഴ്സി ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റഫീഖാക്ക ജേഴ്സി കുട്ടികൾക്കൊക്കെ ഇവിടെ പറഞ്ഞൊരു ഷോപ്പിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് കൊണ്ടു കൊടുത്തതായിരുന്നു. അപ്പോൾ ഇവിടെ ഷെയ്സും നിദാലും പോർച്ചുഗൽ റൊണാൾഡോ ഫാനാണ്. ഷെസിൻ നദീം നാവിദും പിന്നെ അർജന്റീന ഫാനാണ്. അപ്പം അവർക്ക് രണ്ടുപേർക്കും പോർച്ചുഗലിൻ്റെ ജേഴ്സിയും ബാക്കിയുള്ളവർക്ക് അർജന്റീനൻ്റെ ജേഴ്സിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് അവർക്ക് കൊടുത്തതാണ് കേട്ടോ. ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതായിരുന്നു. അപ്പം അതിനിടയിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻസിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഞാൻ ചില റെസിപ്പീസൊക്കെ ഇപ്പോൾ ഷോർട്സ് ആക്കിയിട്ട് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതും ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതാ ഷേസ പ്ലേറ്റൊക്കെ കഴുകി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. അമ്മായിൻ്റെ വീട്ടിലാണ്, അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ് ഹസ്കർ ഖാൻ്റെ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഷേസ അതിൻ്റെ കഴിയുമ്പോഴത്തേക്ക് അവളിവിടെയൊക്കെ ക്ലീൻ ചെയ്തുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ സൺഡേസിലുള്ളൂ ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുക. അതും എപ്പോഴൊന്നും കിട്ടൂല, ഒരു മൂഡുണ്ടാവണം, അപ്പോഴാണ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരിക. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.